എല്ലാവർക്കും പുതിയൊരു വീഡിയോയുടെ സ്വാഗതം. നമ്മൾ കുറേ കാലമായിട്ട് ഗൾഫ് ജോലിയുടെ അപ്ഡേറ്റ്സുകളാണ് യൂട്യൂബിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. കുറച്ച് മുമ്പായിട്ടൊക്കെ നമ്മൾ കേരളത്തിലുള്ള വേക്കൻസികൾ ഫോക്കസ് ചെയ്തിരുന്നു, ഒരുപാട് വീഡിയോസ് നമ്മൾ ഷെയർ ചെയ്തിരുന്നു നിങ്ങൾക്ക് മുന്നിൽ. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഗൾഫ് ജോബ്സ് ആണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് നമുക്ക് വീഡിയോയ്ക്ക് താഴെ കമൻസ് ആയിട്ടും വാട്സപ്പിലൊക്കെ മെസ്സേജ് അയക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ബ്രോ കേരളത്തിലുള്ള വേക്കൻസികൾ ഇപ്പോൾ ചെയ്യാത്തതെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ചില വേക്കൻസികൾ നമ്മൾ യൂട്യൂബ് വീഡിയോക്ക് പകരം യൂട്യൂബ് ഷോർട്സ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. പലരിലേക്കും അത് എത്താറില്ല, ചിലരിലേക്ക് എത്താറുണ്ട്. കേരളത്തിലെ ജോലി അവസരങ്ങൾ നമ്മൾ കൂടുതലും ഷോർട്സ് ആയിട്ടാണ് അപ്ഡേറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ അതും കൂടെ ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഇപ്പോൾ നമുക്ക് മികച്ചൊരു അവസരം വന്നിട്ടുണ്ട്. കണ്ണൂർ എയർപോർട്ടിലേക്കാണ് ജോലി ഒഴിവുകളുള്ളത്. അപ്പോൾ നല്ലൊരു അവസരമാണ്. 1.25 ലക്ഷത്തോളം സാലറി ലഭിക്കുന്ന അവസരങ്ങളാണ്. എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും വേക്കൻസി ഉണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഞാൻ ഡയറക്റ്റ് പറയുന്നത്. കണ്ണൂർ എയർപോർട്ട് ഡയറക്റ്റ് റിക്രൂട്ട് ചെയ്യുന്ന വേക്കൻസികളാണ്. മറ്റ് ഏജൻസികൾ കാര്യങ്ങളൊന്നും ഇതിനിടയിലില്ല. അപ്പോൾ ജോലിയുടെ ഒട്ടുമിക്ക കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിട്ടുള്ള ഒട്ടുമിക്ക കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു പോകുന്നുണ്ട്. കമ്പനി ഡയറക്റ്റാണ് റിക്രൂട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് അതുവഴി തന്നെ അപേക്ഷിക്കാവുന്നതാണ്, ഒഫീഷ്യൽ സൈറ്റ് വഴി അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ എന്തൊക്കെ ജോലി ഒഴിവുകളാണ് വന്നിട്ടുള്ളതെന്ന് ഞാൻ ആദ്യം പറയാം. സീനിയർ മാനേജർ സിവിൽ, സീനിയർ മാനേജർ ഇലക്ട്രിക്കൽസ്, സീനിയർ മാനേജർ HR, ജൂനിയർ അസിസ്റ്റൻറ്റ് എന്നീ പോസ്റ്റുകളിലേക്കാണ് നിലവിൽ ഈ ഒരു കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് വേക്കൻസികളുള്ളത്. ഇതിൽ സീനിയർ മാനേജർ പോസ്റ്റിലേക്ക് എല്ലാ കാറ്റഗറികളിലേക്കും ഒരു ആളെ വീതമാണ് ആവശ്യമുള്ളതെങ്കിൽ ജൂനിയർ അസിസ്റ്റൻറ്റ് പോസ്റ്റിലേക്ക് 6 ഒഴിവുകളാണ് നിലവിലുള്ളത്. അപ്പോൾ ഇത്രയും വേക്കൻസികളാണ് വന്നിട്ടുള്ളത്. ഇതിലേക്കുള്ള യോഗ്യത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. സീനിയർ മാനേജർ തസ്തികയിലേക്ക്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സീനിയർ മാനേജർ സിവിൽ, സീനിയർ മാനേജർ ഇലക്ട്രിക്കൽ, സീനിയർ മാനേജർ HR എന്നീ പോസ്റ്റുകളിലേക്ക് തന്നെ ബന്ധപ്പെട്ട വിഷയത്തിൽ എഞ്ചിനീയറിംഗ് ബിരുദമോ അല്ലെങ്കിൽ PG യോഗ്യതയോ ഉണ്ടായിരിക്കണം. കൂടാതെ പ്രവൃത്തി പരിചയവും ആവശ്യമാണ്. പ്രായപരിധി 50 വയസ്സിന് താഴെയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 50 വയസ്സിന് താഴെയുള്ള ഈ പറഞ്ഞിട്ടുള്ള മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ള വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആർക്കും തന്നെ ഈ ഒരു വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി ജൂനിയർ അസിസ്റ്റൻറ്റ് പോസ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ബിരുദം, ഡിഗ്രി ക്വാളിഫിക്കേഷൻ നിർബന്ധമാണ്. കൂടാതെ 30 വയസ്സിന് താഴെ പ്രായമുള്ള യുവാക്കളെയാണ് പരിഗണിക്കുന്നത്. ഓക്കെ, ഇതിലേക്ക് മാർച്ച് 31-ാം തീയതി വൈകിട്ട് 5 മണി വരെ മാത്രമേ അപേക്ഷ ക്ഷണിക്കുകയുള്ളൂ. ഈ കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് ഇതിലേക്ക് സെലക്ഷൻ നടക്കുന്നത്. 25,000 രൂപ മുതൽ 1.25 ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് സാലറി ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ വഴി തന്നെയാണ് സാലറി കാര്യങ്ങൾ കൺഫേം ആവുക. മറ്റു ബെനിഫിറ്റുകളും ഈ കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട് ആയതുകൊണ്ട് തന്നെ ഒരുപാടധികം ബെനിഫിറ്റുകൾ ഉണ്ടായിരിക്കും. അതെല്ലാം തന്നെ ഇൻ്റർവ്യൂ സമയത്തായിരിക്കും പറയുക. ഇനി ഇതിലേക്ക് എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് ആയിട്ടുള്ള www.kannoorAirport.aero വഴി ഓൺലൈനായിട്ട് അപേക്ഷിക്കുക. അപ്പോൾ ഞാനിവിടെ വീഡിയോയിൽ എഴുതി കാണിക്കുന്നുണ്ട്. കൂടാതെ ഇതിലേക്ക് അപേക്ഷിക്കുമ്പോൾ, ഓൺലൈനായിട്ട് അപേക്ഷിക്കുമ്പോൾ അപേക്ഷ ഫീസ് ഓൺലൈനായിട്ട് നിങ്ങൾ അടയ്ക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു കണ്ണൂർ എയർപോർട്ടിലേക്ക് വന്നിട്ടുള്ള ജോലി ഒഴിവുകളുടെ ഒട്ടുമിക്ക കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പോയി. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇൻ്റർവ്യൂ സമയത്തായിരിക്കും പറയുക. അപ്പോൾ ഞാൻ ഏകദേശം സാലറി പറഞ്ഞു, ആർക്കൊക്കെ അപേക്ഷിക്കാം എന്നുള്ളത് പറഞ്ഞു, എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ളത് ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഒട്ടുമിക്ക കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പോയി. അപ്പോൾ താല്പര്യമുള്ള യോഗ്യതയുള്ളവർ ഉടൻ തന്നെ ഇതിലേക്കായിട്ട് അപേക്ഷിക്കുക. സമയം കളയേണ്ട. കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിങ്ങൾക്ക് നല്ല വരുമാനത്തിൽ തന്നെ ജോലി ചെയ്യാവുന്നതാണ്.